ഹായ് ഗൈസ്, വീട്ടിലെ ഒരു കുഞ്ഞു ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് ചതയ ദിനമാണ്. തിരുവോണവും അവിട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക മങ്ങിയ ഒരു കാലാവസ്ഥയാണ്. പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. ഒരു പൂരം കഴിഞ്ഞ് കിടക്കുന്ന ഉത്സവപ്പറമ്പ് പോലെ ഇരിക്കും. പക്ഷേ വീട്ടിൻ്റെ അകത്ത് അങ്ങനെയല്ല കേട്ടോ. എല്ലാവരും അവരവരുടെ പണിയിൽ നല്ല തിരക്കിലാണ്. പണ്ട് മുതലേ നമ്മളെ വീട്ടിലാണ് കേട്ടോ ചതയം ആഘോഷിക്കുന്നത്. അപ്പോൾ കൊച്ചിച്ചന്മാരും കുഞ്ഞമ്മമാരും അച്ഛൻ്റെ ബന്ധുക്കൾ, അമ്മയുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ആ ദിവസം വരും കേട്ടോ, കസിൻസ്. അതൊരു ബഹളം തന്നെയായിരുന്നു. പിന്നെ ചേട്ടനൊക്കെ ഞങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഞങ്ങളെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് പിള്ളേരെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാണ്ണവും ടി വിയുടെ ഫ്രണ്ടിലാണ്. പണ്ടൊക്കെ നമ്മൾ ഓണമൊക്കെ വീട്ടിൻ്റെ അകത്ത് കാല് കുത്തുമോയെന്ന് അറിയത്തില്ല, അത്രയ്ക്കാണ്. പിന്നെ അങ്ങനെ ഇരുത്തിയാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ കുഞ്ചു വന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ പിള്ളേരെ എല്ലാവരെയും ഇറക്കി വെളിയിലിറക്കി ഓരോ കളികളായിട്ട് അവർക്ക് നമ്മൾ പണ്ട് കളിച്ച കളികൾ അവരെ കൊണ്ട് വന്ന് ചെയ്യിക്കണം. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഓണം എന്ന് അവരെ അറിയണമല്ലോ. അങ്ങനെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കളികളെല്ലാം പിള്ളേരെ കൊണ്ടുവന്ന് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങളും നല്ല രീതിയിൽ കളിച്ചു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് ചിരിച്ചു, ഭയങ്കര എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ആദ്യം തന്നെ കുട്ടികളെ എല്ലാവരെയും പിടിച്ചിരുത്തി സദ്യ വിളമ്പി എല്ലാവർക്കും ഇലയിട്ട് തറയിലാണ് കേട്ടോ കൊടുത്തത്. ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ചു ഓണസദ്യ. അപ്പം ഞങ്ങൾ നന്ദിയോടുകാരൊക്കെ ഇങ്ങനെ ചിക്കനും മരിച്ചിനിയും നമ്മുടെ ഫേവറേറ്റാണ് കേട്ടോ. സദ്യയിൽ എന്തായാലും കാണും. അപ്പോൾ പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പോയി തുടങ്ങിയപ്പോൾ ആമിക്ക് നല്ല സങ്കടമായി. എല്ലാവരും ഒക്കെ പോയി തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ വന്നിരുന്ന് എല്ലാവരുമായിട്ടിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പണ്ടത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവരും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് നല്ലൊരു ഓണമായിരുന്നു.